തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈശോയുടെ അടുത്ത് നമ്മൾ വരുമ്പോൾ, അത് വിശുദ്ധ കുർബാനയിലാകട്ടെ, കുമ്പസാരിക്കാനാകട്ടെ, കൗദാശിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകട്ടെ, പ്രാർത്ഥനാ വിഷയങ്ങളാകട്ടെ, എന്തുവാകട്ടെ, ഈശോയുടെ അടുത്തും ഈശോയുടെ സാന്നിധ്യത്തിലും നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ അടുത്ത് വരുമ്പോൾ, തമ്പുരാൻ്റെ സ്നേഹത്തിൽ വരുമ്പോൾ, ആ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിരന്തരം ഒരു ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ദൈവവേദത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വളരെ വില കുറഞ്ഞ ഉദ്ദേശങ്ങളുമായിട്ടും വളരെ താഴ്ന്ന തരം ആലോചനകളൊക്കെ ആയിട്ട് നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് വരുന്നത്. പരിശുദ്ധമായ കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെട്ട നിത്യസ്നേഹത്തിലേക്കും സ്വന്തം ജീവൻ ബലിയായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച ഏറ്റവും പരമോന്നതവും ഉന്നതവുമായ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോ പ്രഭാതത്തിലും വരുമ്പോൾ എന്തുദ്ദേശത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ വന്നിരിക്കുമ്പോൾ മാത്രമല്ല, നിരന്തരമായി ആത്മാവിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്നത്? ഓക്കെ, ആ സ്നേഹം അനുഭവിക്കാൻ, ആ സ്നേഹത്തിൽ വളരാൻ, ആ സ്നേഹത്തിൽ ഐക്യപ്പെടാൻ, അങ്ങനെ നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലായിരിക്കാനൊക്കെയുള്ള ഒരു ഉന്നതമായ ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയാണോ, അതോ അതിനേക്കാളും താണതും വില കുറഞ്ഞതുമായ ഉദ്ദേശശുദ്ധിയോടു കൂടിയാണോ? കഴിഞ്ഞ ഒരു ദിവസം ഈ ആലയത്തിൽ ശനിയാഴ്ചത്തെ കൺവെൻഷൻ്റെ പ്രഭാത ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന സമയത്ത് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്താണ്? അതെ, ഞങ്ങളുടെ വീതം വെച്ചപ്പോൾ ആ ഭാഗോടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ആ വീതത്തിൻ്റെ അല്പം ഞങ്ങളുടെ സഹോദരൻ്റെ പേരിലാണ് കിടക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അച്ഛൻ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുള്ളൂ, എങ്ങനെയെങ്കിലും ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാം, എങ്ങനെയെങ്കിലും ഞങ്ങൾക്കത് കിട്ടണം. ഇതാണ് പ്രാർത്ഥനയുടെ വിഷയം പുള്ളിക്കാരത്തിയുടെ. സ്വന്തം കൂടപ്പുറപ്പിനെതിരെ കേസ് കൊടുക്കാൻ പോവാണ്. ഇനി ഞാനത് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ അടുത്ത് ബലിയൊക്കെ അർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ബലിയിൽ അച്ഛൻ ഓർക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. പുറമേ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വിളിച്ചു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേ സിനിമയിലൊക്കെ പറയുന്നില്ല, വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഗുണം വല്ലതും പോകുമെന്നൊക്കെ ചെയ്തു. വിളിച്ചു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. കൂടപ്പുറപ്പായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, കേസ് കൊടുക്കാൻ പോവാ, എങ്ങനെയെങ്കിലും ആ വീതം അവർക്ക് കിട്ടേണ്ടതെന്ന് അവർ പറയുന്നത്, എനിക്കറിയില്ല എൻ്റെ ഡീറ്റെയിൽ ഒന്നും, അവർ പറയുന്നത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയുടെ നിയോഗമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗമാണ് കൂടപ്പുറപ്പിനെതിരെ കേസ് കൊടുക്കണം, ആ കേസ് വിജയിക്കണമെന്നുള്ളത്, അല്ലേ? ഒരു ഉദ്ദേശശുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധമായ സ്നേഹമാണ്, ഏറ്റവും പരമോന്നതമായ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുകയും ആ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും അനുഭവിക്കാൻ ഒരു ദൈവ പൈതൽ എത്ര കണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആത്മീയ വളർച്ച നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അതിനേക്കാളും താഴ്ന്നതെല്ലാം താഴ്ന്ന തരവാണ്. വില കുറഞ്ഞ ഉദ്ദേശശുദ്ധിയുമായിട്ടാണ് നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് വരിക. അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ അത് ഏത് ആത്മീയ ശുശ്രൂഷകളാകട്ടെ, ഈശോയോട് ബന്ധപ്പെട്ടുള്ള ഏത് വിഷയമാകട്ടെ, തമ്പുരാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ എന്നും എപ്പോഴും പുനഃപരിശോധിക്കുന്ന നല്ലതാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം അറിയാനാണോ, ആ സ്നേഹത്തിൽ അല്പം കൂടി ഐക്യപ്പെടാനാണോ, ആ സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ആഗ്രഹവും ആലോചനയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണോ ഞാൻ തമ്പുരാൻ്റെ അടുത്തേക്ക് വരുന്നത്? അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധി നമുക്കുണ്ടോ എന്ന് നിരന്തരം ഈശോയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. വഞ്ചിക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും സ്നേഹിക്കാനുള്ള ഒരു നിലപാട്, മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അനുഭവത്തിലും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് അത് ഉന്നതമായ ആത്മീയ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് വന്ന കുടുംബം, ഭാര്യയും ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു, ചില മെസ്സേജുകൾ എനിക്ക് മൊബൈലിൽ അയച്ചു തന്നു, ചില സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നു. അച്ഛാ, ഇതാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്, അത് ഏതറ്റം വരെ ആയി എന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അച്ഛന് മനസ്സിലാവും തോന്നുന്നു. ഞാൻ അവളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഇന്നലെ വരെയും അവൾക്ക് അവനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എന്നിട്ടാണ് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വരുന്നത്. വന്നിത് സംസാരിക്കുമ്പോഴും ഇവളിത് നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ അവളെ സ്നേഹിക്കാനുള്ളൊരു തീരുമാനം എടുക്കുക. പറഞ്ഞു, അച്ഛാ, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അവൾ ഈ പറയുന്നതൊക്കെ നുണയാണെന്നറിയാം, ഈ നുണയാണെന്നറിഞ്ഞിട്ടും അവളെ ചേർത്ത് പിടിക്കാനും പരിഹസിക്കാനോ കളിയാക്കാനോ
മറ്റേതെങ്കിലും വൈകാരികമായ പ്രക്ഷോഭത്തിലേക്കൊന്നും പോകാൻ ഈ മകൻ തയ്യാറാകുന്നില്ല. കാരണം അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ വേണം. അവൾക്ക് തെറ്റുപറ്റിയൊന്നും അംഗീകരിച്ചാൽ മതി. അതവൾ സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും അവനും മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും ഇവൻ ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ വളരെ ശാന്തമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അവന് തൻ്റെ ഭാര്യയുടെ സ്നേഹം വേണം, തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റണം, മക്കൾ നഷ്ടപ്പെട്ടു പോകരുത്, കുടുംബം നഷ്ടപ്പെടരുത് എന്നുള്ള ആലോചന മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ തെറ്റാണെന്നറിഞ്ഞിട്ടും സ്നേഹത്തിൽ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ സാധാരണ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ കരുത്ത് പോരാ. അതിനേക്കാളും ഉന്നതമായൊരു ആത്മീയ ബലമില്ല എങ്കിൽ, കരുത്തില്ല എങ്കിൽ അത് അസാധ്യമാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ശിഷ്യന്മാരും യൂദാസ് ഒടുക്കം തന്നെ തള്ളിപ്പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അന്ത്യത്താഴ വിരുന്നിൽ ഇവരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് ഇവർക്ക് കർത്താവ് തൻ്റെ സ്നേഹം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന അപ്പസ്തോലന്മാര് തള്ളിപ്പറയുന്നു, ഒരുവൻ ചുംബിച്ചുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും അറിയാമായിരുന്നിട്ടും യേശു അന്ത്യത്താഴ വേളയിൽ ചെയ്തത് സ്നേഹത്തിന്റെ വിരുന്ന് ഇവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തത്. അപ്പോൾ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും തള്ളിപ്പറയുമെന്ന് മനസ്സിലാക്കിയിട്ടും തങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഞ്ചനയാണെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചനയാണെന്നും പറയുന്നത് നുണയാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ ആത്മീയതയുടെ ഒരു ഉപരി അഭിഷേകം നമുക്കുണ്ടെങ്കിൽ സാധ്യമാകുകയുള്ളൂ. പല കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്തുള്ള ആരൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവോ കുടുംബത്തിലുണ്ട് എങ്കിൽ ഒത്തിരിയേറെ കുടുംബ പ്രശ്നങ്ങൾ പ്രാർത്ഥനയിൽ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല എങ്കിൽ ചില വിഷയങ്ങൾ, ചില അസ്വസ്ഥതകളൊക്കെ അറിഞ്ഞും കേട്ടോ കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരികമായി മാത്രം ആ വിഷയത്തെ കണ്ടാൽ സ്നേഹത്തിൽ ഉപരി സ്നേഹത്തിൽ എടുക്കാൻ പറ്റാതെ പോയാൽ ആ ബന്ധം തകർന്നു പോകുമെന്നും ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇവിടെ ഈശോ എളിമയോടെ നിന്നുകൊണ്ട് അവൻ്റെ ചോദ്യത്തിനും അവൻ്റെ ആഗ്രഹത്തിനൊക്കെ കർത്താവ് മറുപടി പറയാം. ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് ഈശോ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ ശരിക്കും ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ ഏറ്റവും ശക്തമായി നിഴലിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ആദത്തോട്, ദൈവത്തോട് ആഴമായി ഐക്യപ്പെട്ട് ജീവിച്ചിരുന്ന ആദം പാപം ചെയ്തപ്പോൾ ആ ബന്ധം മുറിഞ്ഞ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആദം നീ എവിടെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നീ ഇപ്പോൾ എവിടെയാ? ഏതാനും വരികൾ മുന്നോട്ട് പോകുമ്പോൾ കായൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നതിന് ശേഷം കായന്റെ അടുത്ത് വന്ന് കർത്താവ് ചോദിക്കും, കായൻ നിന്റെ സഹോദരൻ എവിടെ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ വളരെ ശക്തമായ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുന്ന രണ്ട് ചോദ്യങ്ങളാണ്. നീ എവിടെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തോടുള്ള ബന്ധം എവിടെയാണ്? സ്നേഹം എവിടെയാണ്? നിന്റെ സഹോദരനോടുള്ള സ്നേഹം എവിടെയാണ്? ഈ ചോദ്യത്തിനാണ് അന്ത്യത്തിലും അവസാന മണിക്കൂറിലും അവനെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിലും നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് അത്ര സുപ്രധാനമായിരിക്കുന്നത്. ബാക്കി എല്ലാ കൽപ്പനകളും രണ്ട് കൽപ്പനകളിൽ ഒതുക്കിയെന്ന് യേശു പറഞ്ഞപ്പോൾ അത് അത്രയും സുപ്രധാനമായിരിക്കുന്നത് ഈ ചോദ്യത്തിന് കർത്താവിന് മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അന്ത്യവിധിയുടെ സമയത്ത് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ സഹോദര സ്നേഹത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഞാൻ രോഗിയായിരുന്നു, നീ സന്ദർശിച്ചോ? കാരാഗ്രഹത്തിലായിരുന്നു, വന്നോ? എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നോ? എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നോ? ഇതൊക്കെ എപ്പോഴാ ഞാൻ ചെയ്തേ? സഹോദരന് ചെയ്തപ്പോ നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് ഈശോ പറയുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞ സഹോദര സ്നേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ത്യവിധിയിൽ നാം ഉത്തരം കൊടുക്കേണ്ടി വരും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഈ സഹോദര സ്നേഹം സാധ്യമാകുന്നത് നിത്യമായ പരിശുദ്ധമായ കുരിശിന്റെ സ്നേഹത്തിൽ ഒരുവൻ രൂപപ്പെടുമ്പോഴാണ്. ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ് സഹോദര സ്നേഹം. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് സഹോദരനെ സ്നേഹിക്കുമ്പോൾ അതിനകത്ത് സ്വാർത്ഥതയുണ്ടാകും. കാരണം എന്താ? പരിശുദ്ധമായ സ്നേഹത്തോടു കൂടി അല്ലാത്തത് കൊണ്ട്. പരിശുദ്ധമായ സ്നേഹം കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞാൽ, അനുഭവിച്ചാൽ മാത്രമേ അതേ നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, പരിശുദ്ധമായ സ്നേഹത്തോടു കൂടി സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ രണ്ട് കൽപ്പനകൾ അത് സുപ്രധാനമായിട്ട് വചനം സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ട് അതും പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ നിത്യജീവനും ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്
അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് നീ പറഞ്ഞതെല്ലാം ശരിയാണ്, സത്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ എന്നാണെന്നറിയാവോ? മോനെ, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറയുമ്പോൾ അവൻ ദൈവരാജ്യത്തിലാണെന്ന് ഈശോ പറഞ്ഞില്ല. അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ആത്മീയത പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവരും എന്നാൽ ഒത്തിരി അകലെയല്ലാതെ അനുഗമിക്കുന്നവരാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 56 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ വചനം പറയാണ്, പത്രോസ് അല്പം അകലെയായി യേശുവിനെ അനുഗമിച്ചു. കൂടെ അനുഗമിച്ചെന്നല്ല പറയുന്നത്. അത്രയും നാൾ കൂടെ നടന്നിട്ട് യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഭയപ്പെട്ട് പത്രോസ് ശ്ലീഹ അല്പം അകലെയായി യേശുവിനെ അനുഗമിച്ചുവെന്നാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയതയിലും ഇങ്ങനെയുള്ള കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് പറ്റും. അല്പം അകലെയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, ഇലയ്ക്കും ഉള്ളിനൊന്നും കേടില്ലാതെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ഈശോയുടെ ആഴമായി ആ സ്നേഹത്തിൽ ഐക്യപ്പെടുന്ന ഒരാത്മാവിന് തീർച്ചയായിട്ടും അതിൻ്റെതായ സഹനമുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കുരിശിൻ്റെ സ്നേഹത്തിൽ ഒരു ദൈവ പൈതൽ ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ കുരിശ് സഹനമാണ്, സഹനങ്ങളുണ്ട് ഈ സ്നേഹത്തിൽ. ഈ സ്നേഹത്തിൽ ഒത്തിരി ത്യജിക്കലുകൾ ആവശ്യമാണ്, അനിവാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എളുപ്പമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതം എന്നും ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് സമ്മാനിക്കും. റോമ 14:17 നാം വായിക്കുന്നുണ്ട്, കുടിയോ തീറ്റയോ ഒന്നുമല്ല യഥാർത്ഥ ദൈവരാജ്യം എന്ന് പറയുന്നത്, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ഈ അനുഭവം ദൈവരാജ്യത്തിലായിരിക്കുന്ന, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന, അവനോട് പൂർണ്ണമായും ആ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന ദൈവകൃപയുടെ തലമാണ്. ഈ ഒരു അഭിഷേകത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.